അപരിചിതനായ എന്നെ താങ്കൾ എന്നെ കാറ് കയറ്റി. ഞാൻ ആദ്യമായിട്ടൊരു ഔദ്യോഗിക വാഹനത്തിൽ കയറുന്നത് കൊച്ചി ഡെപ്യൂട്ടി മേയറായിരുന്ന ശ്രീ സാബു ജോർജിൻ്റെ കാറിലാണ്. അങ്ങനെ ഒരു ഇരുട്ട് വീണ ഒരു വീടായിരുന്നു. 5 മക്കളാണ് അവർ. AP വർക്കിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊതുപ്രവർത്തകൻ സാബു ജോർജ്. ചങ്ങമ്പുഴ പാർക്കിൻ്റെ ഇപ്പുറത്ത് വെച്ചിട്ട് ലോറിയിൽ വന്ന് വാഹനം ഇടിച്ച് ഇവരുടെ കാറിലിടിച്ച്. സാബുവിൻ്റെ വിവാഹം ഞങ്ങളുടെ പാർട്ടിക്കാരുടെയും കൂടി ഒരു വിവാഹം പോലെ നടന്നത്. ഞാൻ ഇപ്പോഴും കണ്ടിട്ടുള്ള ഏറ്റവും രസകരമായ ഒരു VIP വിവാഹമാണത്. ഇന്നും ഞാൻ എൻ്റെ ഫാദറിൻ്റെ ഫോട്ടോ, മരിച്ച ഫോട്ടോൻ്റെ താഴെ വെച്ചിരിക്കുന്നത് APയുടെ ഫോട്ടോയാണ്. അങ്ങനെ ഞാൻ ആ വിവാഹാലോചന ആകെ ഒരു പെണ്ണിനെ കണ്ടിട്ടുള്ളൂ. അവിടെ വെച്ച് എൻ്റെ കല്യാണം ഞാൻ തീരുമാനിച്ചു. എനിക്ക് ഈ സംഭവം അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് M. അനിൽകുമാർ, കൊച്ചിയുടെ മുൻ മേയറാണ്. ഇന്ന് എന്നോടൊപ്പം ഇവിടെ സംസാരിക്കാനുള്ളത് ശ്രീ സാബു ജോർജ്, കൊച്ചിയുടെ മുൻ ഡെപ്യൂട്ടി മേയറാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ വാർത്തകളിൽ നിറയുന്ന അതല്ല. അദ്ദേഹം എറണാകുളം നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ്, LDF സ്ഥാനാർത്ഥിയാണ്. ശ്രീ സാബു ജോർജ്, അങ്ങേക്ക് സ്വാഗതം. നമസ്കാരം, ഞാൻ സാബു ജോർജ്. അപ്പം ഞാനിങ്ങനൊരു സംഭാഷണം വളരെ സാധാരണഗതിയിൽ ഞാൻ മേയറാവുന്നതിന് മുമ്പും മേയറായപ്പോഴും 16 ഞാൻ അസംബ്ലിയിൽ മത്സരിക്കുമ്പോഴും പിന്നീട് ഞാൻ മേയറായപ്പോഴും അതിന് ശേഷവുമൊക്കെ ഇത്തരത്തിലുള്ള ചില സംഭാഷണങ്ങൾ നടന്നിട്ടുള്ളത് ഞാൻ അങ്ങിരിക്കുന്ന കസേരയിലും ഇവിടെ നിന്ന് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതുമാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു പുതിയ കാര്യം ഏറ്റെടുക്കുകയാണ്. അത് ഐശ്വര്യത്തോടു കൂടി തുടങ്ങാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ശ്രീ സാബു ജോർജിനെ ഒരു അതിഥിയായി ഞാൻ തന്നെ അങ്ങയുടെ വ്യക്തിത്വത്തെക്കുറിച്ച്, ഒരുപക്ഷെ എറണാകുളം നഗരത്തിലെ ആളുകൾക്ക് പൂർണ്ണമായും കൊച്ചി നഗരത്തിലെ ആളുകൾക്ക് അറിയാത്ത പല കാര്യങ്ങളും ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ശ്രീ സാബു ജോർജിനെ പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് താങ്കളോട് ചോദിക്കണമെന്ന് എനിക്ക് തോന്നിയ ചില ചോദ്യങ്ങൾ കൂടിയാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായി ഞാൻ അങ്ങയെ ആദ്യമായി കാണുന്നൊരു അനുഭവം അങ്ങ് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഒരു ഓർമ്മ ഞാൻ പറയാം. 1995 കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ്. താങ്കളന്ന് ഏറ്റവും ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥിയാണ്. കോർപ്പറേഷനിൽ 50 ഡിവിഷനാണ്. മാത്രമല്ല, ഞങ്ങൾ LDF പ്രവർത്തകരെ സംബന്ധിച്ച് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല എറണാകുളം നഗരത്തിലെ ഒരു ഡിവിഷനിൽ പിന്നീടോ അതിന് മുമ്പോ പിന്നീട് ഒരാൾ താങ്കളെപ്പോലെ ജയിച്ചിട്ടില്ല. ഇപ്പോൾ എറണാകുളം നഗരഹൃദയത്തിൽ നിന്നും താങ്കൾ അന്ന് കൗൺസിലറായി ജയിച്ചു വന്നു. ഞാനന്ന് ഡിഗ്രി വിദ്യാർത്ഥിയാണ്. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, താങ്കൾ അതിനുശേഷം നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു ഡെപ്യൂട്ടി മേയറായി. ഞങ്ങളുടെ കൗൺസിലറായ സോമൻ ചേട്ടൻ, ശ്രീ സാബു അങ്ങനെയായിരിക്കും വിളിക്കണത്, ഞാനും അങ്ങനെ തന്നെ വിളിക്കുന്നത്. എൻ്റെ വീട്ടിൽ നിത്യസന്ദർശകനെന്നോളം എൻ്റെ അച്ഛൻ്റെ സുഹൃത്തൊക്കെ ആയിരുന്ന സഖാവ് സോമൻ ചേട്ടൻ, അദ്ദേഹം അന്ന് മേയറാവുന്നു, അങ്ങ് ഡെപ്യൂട്ടി മേയറാവുന്നു. നിങ്ങൾ തമ്മിലുള്ളൊരു കോമ്പിനേഷൻ തന്നെ ഭയങ്കര രസമായിരുന്നു. എനിക്ക് തോന്നുന്നു അതിനുശേഷം ഇപ്പം ഞാനും അൻസിയ ഡെപ്യൂട്ടി മേയറായിരുന്നു, ടോണി ഡെപ്യൂട്ടി മേയർ ഭദ്രയായിരുന്നു. പക്ഷേ ഭദ്ര വളരെ പ്രശസ്തയായിട്ടുള്ള ഒരാളാണ്. പക്ഷെ നിങ്ങൾ തമ്മിലുള്ളൊരു കോമ്പിനേഷൻ തന്നെ ഒരു സ്നേഹമുള്ളൊരു കോമ്പിനേഷനായിരുന്നു. അപ്പം ഞാൻ അങ്ങേ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ പ്രാസംഗികനായി പിന്നീട് ജയിച്ച് നിങ്ങൾക്ക് പീലിയാടെന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇപ്പോൾ ആ സ്ഥലം എറണാകുളം അസംബ്ലി മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. അന്ന് ഞങ്ങളുടെ 49 ഡിവിഷൻ്റെ ഭാഗം, അമൃത ഹോസ്പിറ്റലായിട്ടില്ല. അപ്പോൾ വളരെ ഗ്രാമീണമായൊരു സ്ഥലത്ത്, ഒറ്റപ്പെട്ടൊരു സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചു. ഞങ്ങൾ 2-3 പേര് പ്രസംഗിച്ചു. നിങ്ങൾ വൈകി വന്നു, നിങ്ങൾക്ക് സ്വീകരണമൊക്കെ കിട്ടിക്കഴിഞ്ഞ് സോമൻ ചേട്ടൻ ചോദിച്ചു എന്നോടുള്ള വാത്സല്യം, ഞാനില്ല, ഞാൻ വീട്ടിലെങ്ങനെ ആക്കും. അപ്പോൾ ശ്രീ സാബു പറഞ്ഞു, വേണ്ട ഞാൻ ആക്കിക്കോളാം സോമൻ ചേട്ടൻ. അങ്ങനെ അപരിചിതനായ എന്നെ കണ്ടു വല്ല ചെറിയ പരിചയം ഉണ്ടാവും. ഞാൻ ബൂത്ത് സെക്രട്ടറിയൊക്കെയാണ്, പക്ഷേ ഇവിടെയാണ്, ഇളമക്കരയിലാണ്. താങ്കളെന്നെ കാറ് കയറ്റി. ഞാൻ ആദ്യമായിട്ടൊരു ഔദ്യോഗിക വാഹനത്തിൽ കയറുന്നത് കൊച്ചി ഡെപ്യൂട്ടി മേയറായിരുന്ന ശ്രീ സാബു ജോർജിൻ്റെ കാറിലാണ്. ആ തെരഞ്ഞെടുപ്പ് എങ്ങനെ ഓർക്കുന്നു, ആ സംഭവങ്ങളും? അതൊരു വല്ലാത്തൊരു നിമിഷമാണ്. കാരണം 28ാമത്തെ വയസ്സാണ് അന്ന് എനിക്ക്. അന്ന് AP ആണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി. പാർട്ടി തീരുമാനിച്ച് എന്നെ ഒന്ന് മത്സരിപ്പിക്കണം. എവിടെയാണ് മത്സരിപ്പിക്കേണ്ടതെന്ന് തീരുമാനമെടുത്തപ്പോൾ അത് നഗരഹൃദയത്തിൽ തന്നെ ആകണം എന്ന് പറഞ്ഞു. ഞാൻ നേരെ പോയത് AP പറഞ്ഞിട്ട് മാത്യു പൈൽ സാറിൻ്റെ അനുഗ്രഹം മേടിക്കാനാണ്. പക്ഷെ പിന്നീട് എനിക്കറിയാൻ സാധിച്ചു സാറ് തന്നെ എൻ്റെ എതിരാളിയായിട്ട് വന്നു.
പക്ഷെ നഗരം കണ്ട ഒരു പ്രധാന മാത്യു പൈലി സാറിനാണ് തോപ്പിച്ചതല്ലേ? അതെ. അത് ഞാൻ ഓർത്തിട്ടില്ല കേട്ടോ. ഓക്കെ ഓക്കെ. പൈലിസാറുമായിട്ടായിരുന്നു. അല്ല, സാബുവിനെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. പക്ഷേ എനിക്ക് രാഷ്ട്രീയപരമായിട്ട് അറിയാവുന്ന ഒരു നല്ല ഒരു രാഷ്ട്രീയ ഗുരു തന്നെയാണ്. അദ്ദേഹത്തോട് മത്സരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ പ്രയാസം തോന്നി. പക്ഷേ പാർട്ടി ഒരു തീരുമാനം എടുത്തതുകൊണ്ട് മത്സരിച്ചു. 50 ഡിവിഷനാണല്ലോ ഉള്ളത്. വളരെ ചെറിയ പ്രായത്തിൽ ആ മത്സരം നല്ലൊരു കടുത്ത മത്സരമായിരുന്നു. എങ്കിലും നമ്മുടെ സഖാക്കളും സുഹൃത്തുക്കളും എല്ലാവരും വളരെയധികം നാളുകളായി ഞാനിങ്ങനെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നടക്കണേണല്ലോ. അപ്പോൾ നമുക്കൊരു അവസരം തരണം എന്നുള്ള രീതിയിലേക്ക് എല്ലാ ജനങ്ങളും ഒരുമിച്ചിറങ്ങി. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ ഒരു നല്ല വിജയം നേടാൻ സാധിച്ചു. അന്ന് ബാലറ്റിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഇത് നടക്കുന്നത്. ജയിച്ച് കഴിഞ്ഞപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴാണ്. എത്രയായിരുന്നു ഡിവിഷൻ നമ്പർ? അന്ന് ഡിവിഷൻ നമ്പർ 40. ആകെ 50 ഡിവിഷൻ. ഞങ്ങളുടെ 49. 50 ഡിവിഷനല്ലേ ഉണ്ടായിരുന്നത്. ജനതാദളിൻ്റെ പാർട്ടിയുടെ 2-3-4 പേര് ജയിച്ചു വന്ന്. അന്ന് പ്രധാനപ്പെട്ട മാധവൻ മാഷ്. നിങ്ങൾ ജനതാദളല്ല, ജനതാ പാർട്ടി മറ്റേ കലപ്പേന്തിയ കർഷകനല്ലേ? അല്ല, ജനതാദൾ തന്നെ. അന്ന് ചക്രമാണ് അടയാളം. ചക്രമാണ്. ആന്റണി മാഷായിരുന്നു അതിനു മുമ്പ് ജനതാ പാർട്ടിയുടെ. അത് 88 ആന്റണി മാഷ് ഞങ്ങളുടെ കൗൺസിലർ ആയിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ഡെപ്യൂട്ടി മേയർ ആയിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് ഇങ്ങനെ മുന്നണിയും പാർട്ടിയും വിളിച്ചു പറഞ്ഞപ്പോൾ അതും വളരെ ഒരു ബുദ്ധിമുട്ടോടു കൂടിയാണ് ഏറ്റെടുത്തത്. പക്ഷേ അതിൻ്റെ അന്ന് എനിക്കൊന്ന് ടാക്സ് ആൻഡ് ഫിനാൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടി ഡെപ്യൂട്ടി മേയറാണ്. അങ്ങനെ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഡെപ്യൂട്ടി മേയറായി വളരെയധികം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ എവിടെയും പറയുന്നത് പോലെ കൊച്ചിൻ കോർപ്പറേഷനിലെ ജനങ്ങളെ മുഴുവൻ ഇൻഷുർ. ഞാൻ അതിലേക്ക് വരാം. ഈ ഡെപ്യൂട്ടി മേയറായതിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ പ്രത്യേകം പറയേണ്ടതാണ്. അതിന് മുമ്പ് എനിക്ക് തോന്നുന്നൊരു കാര്യം, അങ്ങിപ്പോൾ പരാമർശിച്ചു AP ആയിട്ടുള്ള ബന്ധം. ഇപ്പോൾ താങ്കൾ മത്സരിച്ചപ്പോഴും ഞാൻ തന്നെ CPM-ൻ്റെ പ്രവർത്തകൻ എന്നുള്ളതിൽ ഞാൻ പറയാറുണ്ട്, താങ്കൾ CPM-കാരനായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷെ അത് ഞങ്ങൾ ആദ്യം കാണുന്നത് AP എന്നാണ്. എനിക്കൊരു സംശയം, സത്യത്തിൽ AP അങ്ങോട്ട് ഡെപ്യൂട്ടി മേയർഷിപ്പ് ഏൽപ്പിക്കുമായിരുന്നോ, ജനതാദൾ ആവശ്യപ്പെടുകയായിരുന്നോ എന്ന് എനിക്കിപ്പോൾ സംശയം. കാരണം ഞാൻ ഞാൻ വിദ്യാർത്ഥി കാലത്ത് കേട്ടിട്ടുള്ളൊരു കഥയാണ്. AP വർക്കിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊതുപ്രവർത്തകൻ സാബു ജോർജ്. പാർട്ടി സഹാക്കളേക്കാൾ കൂടുതൽ സാബു ജോർജ് രാഷ്ട്രീയത്തിൽ വളർന്നു വരണമെന്ന് ആഗ്രഹിച്ച ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു AP. ഒരുപാട് പേരെ, ഞാനിത് പറയുമ്പോൾ ഞാനൊരു പാർട്ടിക്കാരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ മനസ്സിൽ കാണുന്നൊരു AP പ്രൊമോട്ട് ചെയ്തതുപോലെ കേരളത്തിൽ അധികം എല്ലാവരും അങ്ങനെ പാർട്ടി സഹാക്കളെ പെട്ടെന്ന്, നിങ്ങൾക്കറിയാമല്ലോ CPM-ൻ്റെ പ്രത്യേകതയൊക്കെ, എന്നെപ്പോലെ തന്നെ സാബുവിനറിയാം. ശർമ്മ ചെറിയ പ്രായത്തിൽ MLA ആയി അദ്ദേഹത്തെ നേതാവാക്കി ഉയർത്തി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി. ചന്ദ്രൻപിള്ള ഏറ്റവും നല്ല ട്രേഡ് യൂണിയനിസ്റ്റ്. P. രാജീവ് അന്ന് വിദ്യാർത്ഥി നേതാവായി, SFI ജില്ലാ സെക്രട്ടറിയായി. ഇന്നൊരു ജില്ലാ സെക്രട്ടറി അറിയുന്നതിനേക്കാൾ കൂടുതൽ പിന്നെ അങ്ങനെ പോയി രാജീവ് സംസ്ഥാന സെക്രട്ടറി, ഇപ്പോൾ മന്ത്രിയായി. ഇങ്ങനെ ഒരുപാട് പേരെ നമ്മുടെ പാർട്ടിയിൽ പ്രൊമോട്ട് ചെയ്ത ഒരാളാണ്. അപ്പോൾ പാർട്ടിക്ക് പുറത്ത് അദ്ദേഹം സ്വന്തം ഒരു ദത്തുപുത്രനെ പോലെയാണ് ശ്രീ സാബു ജോർജിനെ കണ്ടതെന്നാണ് ഞങ്ങളൊക്കെ കേട്ടത്. അതിൽ എന്തെങ്കിലും സാങ്കത്യം ഉണ്ടത്? AP ചില ചുമതലകൾ എന്നെ ഏൽപ്പിക്കുമായിരുന്നു ചെറുപ്പത്തിൽ. അതിൽ ഏറ്റവും ഞാൻ മറക്കാനാവാത്തൊരു ചുമതല, കർഷക സമരം നടന്നിരുന്നു. സംയുക്ത കർഷക സമിതിയുടെ താലൂക്ക് ഓഫീസിൻ്റെ മുന്നിലുള്ള നിരാഹാര സമരം. ഏതാണ്ട് 18 ദിവസം ആ സമരം നിന്ന്. അന്ന് ഞാൻ TD റോട്ടിലാണ് താമസിക്കുന്നത്. AP എന്നെ ഏൽപ്പിച്ച ചുമതല, നീ രാവിലെ അവിടെ കിടക്കുന്ന സഖാക്കളെ BTH കൊണ്ടുപോയി അവിടെ പ്രഭാത കർമ്മങ്ങൾ നിർവഹിക്കണം. പാർട്ടിയുടെ ആളുകൾ വരാൻ വൈകും, നീ രാവിലെ എത്തണം. ഞാൻ TD റോട്ടിലാണ് താമസിക്കുന്നത്. കൃത്യമായിട്ട് 11 ദിവസം ഞാൻ ആ വർക്ക് ചെയ്ത്. സാനുമാഷിൻ്റെ 87-ലെ തെരഞ്ഞെടുപ്പ് AP എന്നോട് പറഞ്ഞ്, ഒരു അനൗൺസ്മെൻറ്റ് വാഹനം എല്ലാ ദിവസവും നീ രാവിലെ തന്നെ കയറി നീ അനൗൺസ് ചെയ്യണം. ഇതൊരു പാർട്ടി സഖാവിന് കൊടുക്കുന്ന ചുമതല പോലെയാണ് ആ ചുമതലകളൊക്കെ വിദ്യാർത്ഥി ആ സമയത്ത് എനിക്ക് AP തന്നത്. അതുകൊണ്ട് തന്നെ AP ഏൽപ്പിക്കുന്ന ചുമതല കൃത്യതയോടുകൂടി ചെയ്യുന്നത് കൊണ്ടുള്ളൊരു വാത്സല്യം APക്ക് എന്നോടുണ്ടായിരുന്നു. എന്തെങ്കിലും ചെറിയ കുറവുകളുണ്ടായ AP വിളിച്ച് എന്നോട് പറയുമായിരുന്നത്, നീ മനസ്സിലാക്കി തിരുത്തണം, കാര്യങ്ങളെല്ലാം നീ നന്നായിട്ട് വായിക്കണം, നന്നായിട്ട് പ്രസംഗിക്കണം. കുറേ സ്ഥലങ്ങളിലൊക്കെ AP അങ്ങനെ എന്നെ വിടുമായിരുന്നു. ഇന്നും ഞാൻ എൻ്റെ ഫാദറിൻ്റെ മരിച്ച ഫോട്ടോൻ്റെ താഴെ വെച്ചിരിക്കുന്നത് APയുടെ ഫോട്ടോയാണ്. അപ്പോൾ ആ ഒരു വാത്സല്യം APക്ക് എന്നോടും ഉണ്ടായിരുന്നു, എനിക്കും APയോടുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നൊരു കാര്യം, ശ്രീ സാബു ജോർജിന് സഖാവ് APയോടുണ്ടായിരുന്ന ബന്ധം ഇപ്പോൾ തലമുറകളായി, ഇപ്പം ഞാനൊക്കെ AP ആയിട്ട് ഇങ്ങനെ കുറച്ച് ദൂരെ നിന്ന് കണ്ട ഒരു ബന്ധമാണ്.
സത്യം പറഞ്ഞാൽ അത് ആ ഒരു ആത്മബന്ധം ഇപ്പോഴും CPM-ലെ സഖാക്കളുമായി സാബു ജോർജിന് തുടരാനുള്ളൊരു കാരണം എനിക്ക് തോന്നുന്നു AP ആയിട്ടുള്ള ഈ ബന്ധം. ഞങ്ങൾ കേട്ടിരിക്കുന്ന ഇതൊക്കെ കഥയാണോ സത്യമാണോ എന്നുള്ളത് വേറെ കേട്ടോ. ഞങ്ങൾ പാർട്ടി ഓഫീസിലൊക്കെ ആ കാലത്ത് വിദ്യാർത്ഥികൾ യുവജനങ്ങളൊക്കെ തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത്, മിക്കവാറും ഞങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പും നോക്കും. ഈ 95 ഡെപ്യൂട്ടി മേയറായതിന് ശേഷം ഞങ്ങളുടെ ചർച്ച എന്ന് വെച്ചാൽ 2001 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സാബു ജോർജ് ആയിരിക്കും മിക്കവാറും നമ്മുടെ LDF-ൻ്റെ സ്ഥാനാർത്ഥി. കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം AP-യുടെ ഒരു വാത്സല്യം കൊണ്ട്. പിന്നെ അധികം തെരഞ്ഞെടുപ്പ് പിന്നെ AP നയിച്ചിട്ടില്ല. അതിനിടയിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഈ സ്ഥാനാർത്ഥിത്വം മാറിപ്പോയെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു കേട്ടുകേൾവി സാബു ജോർജ് ഇതിനു മുമ്പേ ആ കാലത്ത് തന്നെ നിയമസഭാ സ്ഥാനാർത്ഥി ആകുമായിരുന്നു എന്നാണ്. കേട്ടിട്ടുണ്ട് അങ്ങനെ വല്ല? അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അന്നും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് നമ്മൾ വരുമ്പോൾ അവരൊക്കെ മത്സരിക്കുമ്പോൾ മാറ്റി വേറെ എറണാകുളം മേടിക്കണം. പക്ഷേ സെബാസ്റ്റ്യൻ പോൾ സാറും നമ്മുടെ ഒരു പാർട്ടിയുടെ സഹയാത്രികനായിരുന്നല്ലോ. സെബാസ്റ്റ്യൻ പോളിൻ്റെ ഒരു താരതമ്യം വന്നപ്പോൾ പിന്നെ ആ രീതിയിലേക്ക് മുന്നോട്ട് പോയി. പിന്നെ എൻ്റെ ഓർമ്മയിലുള്ളൊരു ഒരു സംഭവം, ഞാനിങ്ങനെ സാബു ജോർജിൻ്റെ ചില കാര്യങ്ങൾ എൻ്റെ രേഖാചിത്രങ്ങളിൽ ഓർമ്മകളിൽ ഇങ്ങനെ വളരെ മനോഹരമായി കിടക്കുന്ന മറ്റൊരു ഓർമ്മ സാബുവിൻ്റെ വിവാഹമാണ്. ഞാനിപ്പോഴും കണ്ടിട്ടുള്ള ഏറ്റവും രസകരമായ ഒരു VIP വിവാഹമാണത്. കാരണം ഇപ്പം ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ സമ്പന്നരായ പല ഞങ്ങളുടെ കൂട്ടുകാരുടെ അവരുടെയൊക്കെ വിവാഹത്തിന് ബിഷപ്പ്മാരൊക്കെ ആരെങ്കിലും ഒരാളൊക്കെ വന്ന് കണ്ടിട്ടുണ്ടെങ്കിലും സാബുവിൻ്റെ വിവാഹം ഞാനിപ്പോൾ ഓർത്തെടുത്ത് പറയാം, പാപ്പാളി ഹാളിലായിരുന്നു. അപ്പോൾ ഈ പാപ്പാളി ഹാൾ എനിക്കറിയില്ല. സാബുവിൻ്റെ വിവാഹം ഞങ്ങളുടെ പാർട്ടിക്കാരുടെയും കൂടി ഒരു വിവാഹം പോലെ നടന്നത്. അല്ലെങ്കിൽ അങ്ങ് കാണുമ്പോൾ എന്നെ വിളിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും ഞാനൊരു സാധാരണ എനിക്ക് തോന്നുന്നു അന്ന് ഞാനൊരു പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പർ പോലും ആയിട്ടില്ല. ഈ പാർട്ടി മെമ്പറും ബൂത്ത് സെക്രട്ടറി ഇങ്ങനെയൊക്കെ നടക്കുന്ന കാലമാണ്. അപ്പോൾ അങ്ങയുടെ കല്യാണം പാപ്പാളി ഹാൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു കണക്കിനെ കണ്ടുപിടിച്ച് സെൻറ്റ് ആൽബർട്ട്സിൻ്റെ സൈഡിൽ കൂടെ. അതുകൊണ്ട് പാപ്പാളി ഹാൾ എനിക്കിപ്പോഴും വളരെ ചിരപരിചിതമായ ഹാളാണ്. ഞാൻ വിവാഹത്തിന് വളരെ മുമ്പേ അവിടെ വന്നിരുന്നു. അപ്പം ഞാൻ കാണുന്ന കാഴ്ച ഞാൻ പറയട്ടെ. 3 മേയർമാർ, അന്ന് കോർപ്പറേഷനിൽ 3 മേയർമാരാണ്. തിരുവനന്തപുരം, കോഴിക്കോട്, കൊച്ചി. V ശിവൻകുട്ടി, AK പ്രേമജോണെന്ന് എനിക്ക് സംശയം, കോഴിക്കോട്, സോമസുന്ദര പണിക്കർ. അപ്പോൾ ഈ 3 മേയർമാർ വന്ന് മുൻനിരയിൽ. അതുപോലെ നിങ്ങളുടെ സഭയുടെ പിതാക്കന്മാരാരോ അവരുടെ ഒരു ആശീർവാദമൊക്കെ ഉണ്ടായിരുന്നു. ഇത് റിസപ്ഷനായിരുന്നു. പക്ഷെ ഞാൻ എടപ്പള്ളി പള്ളിയിലായിരുന്നു വിവാഹം എന്ന് എനിക്ക് ഓർമ്മയില്ല. വൈഫ് എടപ്പള്ളിക്കാരിയായതുകൊണ്ട് വൈഫിലേക്ക് നമുക്ക് എത്താം. അപ്പോൾ അവിടെ ആ റിസപ്ഷൻ തന്നെ ജനനിബിഡമായിരുന്നു. നിങ്ങൾ 2 പേരും കൂടി വരുന്ന വരവ് അങ്ങേക്ക് ചിലപ്പോൾ നമ്മുടെ വിവാഹത്തിനെ പറ്റി നമുക്ക് തന്നെ ഓർമ്മയുള്ളതുപോലെ തന്നെ ഞങ്ങൾ അന്നത്തെ കാലത്ത് സത്യം പറഞ്ഞൊരു രസകരമായൊരു വിവാഹമായിരുന്നു. അതൊന്ന് ഓർത്തെടുത്താൽ എങ്ങനെയായിരിക്കും അത്, ഈ 3 മേയർമാരുടെ ഒരു സാന്നിധ്യം? തീർച്ചയായിട്ടും. കാരണം കേരളത്തിലെ ഒരു ഡെപ്യൂട്ടി മേയറുടെ കല്യാണമാണല്ലോ ആദ്യമായിട്ട് നടക്കുന്നത്. അനിൽ പറഞ്ഞതുപോലെ ശിവൻകുട്ടി മേയർ, പ്രേമജം മേയർ, സോമചേട്ടൻ മേയർ, 3 മേയർമാരുമാണ് എന്നെ ആ ഹാളിലേക്ക് കയറ്റി ഇരുത്തിയത്. നഗരത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കോൺഗ്രസും CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള ജനാവലി കാരണം ഞാൻ ജയിച്ചു, കൗൺസിലറായി, ഡെപ്യൂട്ടി മേയറായി, പിന്നെ ആ കല്യാണം. അതുകൊണ്ടൊരു ജനമായിട്ട് എല്ലാ വിധത്തിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളും ആ കല്യാണത്തിൽ പങ്കെടുത്ത് എൻ്റെ മനസ്സിൽ ഇന്നും കല്യാണത്തിൻ്റെ ദിവസം ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടി നോക്കിക്കാണും. ശരി, സാബു ജോർജിൻ്റെ വിവാഹ വാർഷികത്തിൽ ഞാൻ മേയറായിട്ട് പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലുള്ളൊരു ഒരു ഹോട്ടലിൽ ഒരു മുറിയിലായിരുന്നു നമ്മൾ അന്ന് ആഘോഷം പങ്കുവച്ചത്. അപ്പോൾ വൈഫിൻ്റെ പേരെന്ന് പറഞ്ഞാൽ വൈഫ് ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോഴും ഉണ്ടോ? വൈഫിൻ്റെ പേര് മഞ്ജു. ഈ എടപ്പള്ളിക്കാരിയാണ്. എൻ്റെ താല്പര്യം അതാണ്. കാരണം എടപ്പള്ളിക്കാരിയാണെന്ന് ഞങ്ങൾ എടപ്പള്ളി പാർട്ടി ഓഫീസിൽ ഇരുന്ന് ആ കാലത്ത് ചർച്ച ചെയ്യുമായിരുന്നു. എനിക്ക് ആ കല്യാണത്തെക്കുറിച്ചൊന്ന് പറയാനുണ്ട്. കല്യാണത്തെക്കുറിച്ച് പറഞ്ഞാൽ എടപ്പള്ളിയിൽ അവർ സി വർഗീസും ലീലാമ്മ ടീച്ചറും അവർ മാഷന്മാരായിരുന്നല്ലോ. അവർ ഒരു വാഹനാപകടത്തിൽ പെട്ട് വാഹനാപകടത്തിലെന്ന് പറഞ്ഞാൽ GCD ചെയർമാൻ അന്ന് ബാലചന്ദ്രൻ്റെ അളിയൻ ഉണ്ടായിരുന്ന അവരൊരു കല്യാണത്തിന് പോയതാണ്. അവിടെ വെച്ച് മഴ വന്നപ്പോൾ സ്കൂട്ടർ മാറ്റി വെച്ചിട്ട് ടീച്ചറും മാഷിനെയും ഈ ബാലചന്ദ്രൻ്റെ അളിയൻ കൊണ്ടുപോയി ആക്കാമെന്നുള്ള രീതിയിലേക്ക് കാറിൽ കയറ്റി കൊണ്ടുവന്ന് ചങ്ങമ്പുഴ പാർക്കിൻ്റെ ഇപ്പുറത്ത് വെച്ചിട്ട് ലോറിയിൽ വന്ന് വാഹനം ഇടിച്ച് ഇവരുടെ കാറിലിടിച്ച് ബാലേന്ദ്ര സഖാവിൻ്റെ അളിയനും മരിച്ചു, എൻ്റെ മദർലോയും മരിച്ചു ആ സ്പോട്ടിൽ വെച്ച് തന്നെ. അവരന്ന് 5 മക്കളാണ്. ആ തടി ലോറിയുടെ പുറകിലുണ്ടായിരുന്ന കമ്പി ഫാദർലോൻ്റെ തലയിലേക്ക് ഇങ്ങനെ കയറി ഒരു 16 വർഷം പുള്ളി കോമയിലായിരുന്നു. അങ്ങനെ ഒരു ഇരുട്ട് വീണ ഒരു വീടായിരുന്നു. 5 മക്കളാണ് അവർ. അപ്പോൾ ആ വീട്ടിലെ കല്യാണങ്ങളൊന്നും നടന്നിട്ടില്ല. മക്കളെല്ലാവരും പ്രയാസപ്പെട്ട് അമ്മ മരിച്ചു, അപ്പനിങ്ങനെ കോമയെ കിടക്കുന്നു. അപ്പോഴാണ് ഡെപ്യൂട്ടി മേയറായിട്ട് ആദ്യമായിട്ട് എനിക്കൊരു വിവാഹാലോചന വരുന്നത്.
അങ്ങനെ ഞാൻ ആ വിവാഹാലോചന ആകെ ഒരു പെണ്ണിനെ കണ്ടിട്ടുള്ളൂ. ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട് വല്ലാത്തൊരവസ്ഥയിലാണ്. ഇങ്ങനത്തെ ഒരു ദുരന്തം ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് അവിടെ വെച്ച് തന്നെ കല്യാണം ഞാൻ തീരുമാനിച്ചു. അവർ എന്നെ സന്തോഷത്തോടും അവർ പറഞ്ഞ സാബു ഈ വീട്ടിലേക്ക് വന്നാൽ ഞങ്ങൾക്കൊരു വെളിച്ചമാകും, ഡെപ്യൂട്ടി മേയറൊക്കെ അല്ലേ. അങ്ങനെ കൂടിയാണ് മഞ്ജുവിൻ്റെ വിവാഹം 96 നവംബർ 25 നടക്കുന്നത്. അപ്പോൾ ആ കല്യാണത്തിന് അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. സൂലാതെ കിടക്കുന്ന അപ്പൻ മരിച്ചുപോയി, അമ്മ അപകടത്തിൽ മരിച്ചു. അതുകൊണ്ട് തന്നെ ആ കല്യാണത്തെ ആ ഇടപ്പള്ളിക്കാർ പോലും അവർ കൈനീട്ടി സ്വീകരിച്ച് ആ കല്യാണം എനിക്ക് ഭംഗിയായി നടത്തി തരാൻ സാധിച്ചു. അതുകൊണ്ട് മഞ്ജു ഇന്നും 25ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയിൽ വളരെ ചെറിയ കുറേ വിശിഷ്ട വ്യക്തികൾ വന്നതിൽ അനിലുണ്ടായിരുന്നു നല്ല വാക്കുകൾ അവിടെ വന്ന് അനിൽ പറഞ്ഞ്. അല്ല, അതിൽ ശരിക്കും വെളിച്ചം പകരുന്ന ഒരു വിവാഹം തന്നെയായിരുന്നു മഞ്ജുവിൻ്റെ. എനിക്കിപ്പോൾ എനിക്ക് ഈ സംഭവം അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ